ഞായറാഴ്ച പള്ളിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുമ്പോൾ കുറച്ച് ബീഫും ഒക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. ചെറിയമ്മ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയമ്മയോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഇരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ബീഫ് കറി വെക്കാൻ വേണ്ടി പോവുക. ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളകും മല്ലിയും മഞ്ഞളും മസാലയും കുരുമുളകും എല്ലാം കൂടെ ചൂടാക്കിയത് ചേർത്ത് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൈ കൊണ്ടൊരു 5 മിനിറ്റ് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്തേ. പിന്നെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ വഴറ്റി വേവിച്ച് വെച്ച ബീഫൊക്കെ ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുക കേട്ടോ. സവാള വഴറ്റിയ കൂട്ടത്തിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ട് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുക ചെയ്ത്. എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർക്കാം. ലാസ്റ്റ് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല മണവും രുചിയൊക്കെ ഉണ്ടാവുമേ. ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവുക. നല്ല ചൂടുള്ള കുത്തരി ചോറും മോര് കാച്ചിയതും ബീഫ് വരട്ടിയതും പപ്പടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.